KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 20യിലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. നമ്മൾ മുൻപ് പഠിച്ചത് ദാട്ട് വരിശകളുടെ 1, 2, 3 വരിശകളായിരുന്നു. അത് നന്നായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധാരാളം ഗ്യാപ്പുണ്ട് ഇതിനിടയ്ക്ക്. ഇന്ന് നമ്മൾ അതേ ദാട്ട് വരിശയിലെ 4ാമത്തെ വരിശയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വരിശയിലേക്ക് എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ദാട്ട് വരിശകളിലെ 4ാമത്തെ വരിശകളിലേക്ക് നമുക്ക് പോകാം. ഈ ദാട്ട് വരിശകൾ എക്സസൈസുകളെല്ലാം വായിക്കേണ്ടത് മായ, മാളവ, ഗൗള രാഗത്തിലാണ്. അതിലെ ജീയും ധായും ശുദ്ധ ശുദ്ധ ദൈവതവുമാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കണം നിങ്ങൾ. അപ്പം നമുക്ക് അതിൻ്റെ ലൈൻ ടു ലൈൻ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ ലൈൻ സാ രി സാ ഗ രി മാ ഗ രി സാ ഗ രി ഗ സാ രി ഗ മാ. അപ്പോൾ നോക്കുക, സാ രി സാ ഗ രി മാ ഗ രി സാ ഗ രി ഗ സാ രി ഗ മാ. ഒന്നുകൂടി, സാ രി സാ ഗ രി മാ ഗ രി സാ ഗ രി ഗ സാ രി ഗ മാ. 2ാമത്തെ ലൈൻ രി ഗ രി മാ ഗ പ മാ ഗ രി മാ ഗ മാ രി ഗ മാ പ രി ഗ രി മാ ഗ പ മാ ഗ രി മാ ഗ മാ രി ഗ മാ പ. ഒന്നുകൂടി, രി ഗ രി മാ ഗ പ മാ ഗ രി മാ ഗ മാ രി ഗ മാ പ. 3ാമത്തെ ലൈൻ ഗ മാ ഗ പ മാ ധ പ മാ ഗ പ മാ പ ഗ മാ പ ധ. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഗ മാ ഗ പ മാ ധ പ മാ ഗ പ മാ പ ഗ. നോക്കാം, പ മാ പ ഗ മാ രി ഗ മാ പ ഗ മാ ഗ പ മാ ഗ രി പ മാ പ ഗ മാ രി ഗ മാ പ ഗ മാ ഗ പ മാ ഗ രി. ഒന്നുകൂടെ, പ മാ പ ഗ മാ രി ഗ മാ പ ഗ മാ ഗ പ മാ ഗ രി. അടുത്ത ലൈൻ, അതായത് ലാസ്റ്റ് ലൈൻ മാ ഗ മാ രി ഗ സാ രി ഗ മാ രി ഗ രി മാ ഗ രി സാ. വീണ്ടും മധ്യസ്ഥായി സായിൽ വന്നു. അതായത് ഒന്ന് നോക്കാം നമുക്ക്. മാ ഗ മാ രി ഗ സാ രി ഗ മാ രി ഗ രി മാ ഗ രി സാ. അവിടെ ഒരു തെറ്റ് വന്നു എനിക്ക്. ഒന്നുകൂടെ ഞാൻ വായിക്കാതെ. മാ ഗ മാ രി ഗ സാ
ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇത് നല്ല വൃത്തിക്ക് വായിക്കണം. അതിനുശേഷം ആദ്യം ഇത് സ്ലോ സ്പീഡിൽ വായിക്കുക. അതിനുശേഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ രൂപത്തിൽ. അപ്പം ആ രൂപത്തിൽ നിങ്ങൾ ഇത് കൊണ്ടുപോവുക. അപ്പോൾ ഈ താട്ടുവരിശ 4 പൂർണ്ണമായി. ഇനിയും നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. സ്പീഡ് കൺട്രോൾ ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞാലും നേരത്തെ നിങ്ങൾ സ്ലോ സ്പീഡിൽ തുടങ്ങി അങ്ങനെ മേപ്പോട്ട് പോകണം. കീബോർഡ് എളുപ്പമാണ് പഠിക്കാൻ. ഫിംഗർ ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം ഇത് വായിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻ്റ് ഇടണം. ഒരുപാട് പേര്, ഞാൻ വളരെ ദയവായിട്ട് പറയുകയാണ്, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, പക്ഷേ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ലെസണുമായി കാണുന്നിടം വരെ ഞാൻ അജയ്കുമാർജി നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.